അഴിമതിയും വികസനവും മരവിപ്പും കണ്ട് മനമടുത്ത കായംകുളം നഗരസഭയിൽ മാറ്റത്തിന്റെ ശങ്കുലിയുമായി എത്തുന്നു NDA. ഇന്ന് 100% വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഉണർവും ചിട്ടയായ പ്രവർത്തനവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പ്രതീക്ഷ. ആലപ്പുഴ കായംകുളത്ത് നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിൽ NDA ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന നഗരസഭകളിലൊന്നാണ് കായംകുളം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു തുടർച്ച ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേടാനാകും എന്ന പ്രതീക്ഷയാണുള്ളത്. നിരവധി വികസന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് കായംകുളം. അതിലുപരി നിരവധി അഴിമതി കഥകളും കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു വന്നിരുന്നു. LDFും UDFും മാറി മാറി ഭരിച്ച് അതിലുള്ള അതൃപ്തി ഈ പ്രാവശ്യം ജനങ്ങൾ പ്രകടിപ്പിക്കുമെന്നതാണ് BJPയുടെയും NDAയുടെയും പ്രതീക്ഷ. ചേട്ടാ, ഇത്തവണ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? എന്തൊക്കെ വികസന പ്രശ്നങ്ങളാണ് ചർച്ചയാവാൻ സാധ്യതയുള്ളത്? കായംകുളത്ത് പറഞ്ഞാൽ തീരാത്തത്ര പോരായ്മകളാണ്, വികസന മുരടിപ്പുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി 2 ടൈം 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനു മുമ്പ് 5 വർഷക്കാലം ഒഴിച്ച് മുഴുവൻ സമയവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFുമാണ് കായംകുളം നഗരസഭ ഭരിച്ചിട്ടുള്ളത്. ഈ കാലം ഒക്കെ ഇവർ ഭരിച്ചിട്ടും കായംകുളത്തെ നഗരസഭ കേരളത്തിലെ ഏറ്റവും ആദ്യം രാജഭരണകാലത്ത് ആരംഭിച്ച നഗരസഭയാണെങ്കിൽ പോലും ആ നഗരസഭയിൽ ഇന്നു വരെ ഒരു സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആ സെൻട്രൽ ബസ് സ്റ്റാൻഡിന് സ്ഥലമെടുപ്പിൻ്റെ പേരിലൊക്കെ ഈ 2 മുന്നണിയുടെ നേതാക്കൾ കോടിക്കണക്കിന് രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. ആ സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതേപോലെ തന്നെ കായംകുളത്ത് സ്ലോട്ടർ ഹൗസ്, അറവ് ശാല, അതിൻ്റെ നവീകരണം, നമ്മളൊക്കെ വാങ്ങിക്കഴിക്കുന്ന അവിടുന്ന് വാങ്ങിക്കഴിക്കുന്ന ഇറച്ചികൾ ആ മൃഗത്തെ അറവ് ചെയ്യുന്ന സ്ഥലം കണ്ടാൽ ഒരാളും കഴിക്കില്ല. അത്ര വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള ആ അറവുശാലയുടെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ട് ശുചിത്വ മിഷനും അതേപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷനുമൊക്കെ അതിന് വേണ്ട പണം ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചിട്ട് അത് ഉപയോഗിച്ച് ആ സ്ഥലം നവീകരിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ITI കായംകുളത്തിന് ലഭിച്ചിട്ട് ഏതാണ്ട് 25 വർഷമായി. ശ്രീ MR ഗോപാലകൃഷ്ണൻ MLA ആയിരുന്ന കാലത്ത് കായംകുളത്തിന് അനുവദിച്ച ITI, ആ ITI ഇന്നും നഗരസഭയുടെ 2-3 കടമുറികളിൽ പ്രവർത്തിക്കുകയാണ്. ഇതോടൊപ്പം അനുവദിച്ച അടുത്ത മണ്ഡലങ്ങളിലെയൊക്കെ ITകൾക്കൊക്കെ നല്ല സ്ഥല സൗകര്യവും കെട്ടിടങ്ങളുമാകുകയും കൂടുതൽ കോഴ്സുകളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാനുള്ള അവസരവും ലഭിച്ചു. പക്ഷേ കായംകുളത്ത് നാളിതുവരെ ഈ ITIക്ക് സ്ഥലമെടുപ്പ് പോലും പൂർത്തിയാകാതെ ഈ ITI തന്നെ കായംകുളത്തിന് നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നഗരസഭയുടെ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലമെടുത്തതും ഇന്നും അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ എടുക്കാനുള്ള നിർദ്ദേശം വെക്കുകയും ഈ ഭൂമി മാഫിയകളുടെ കയ്യിൽ നിന്ന് എടുക്കാതിരിക്കാനുള്ള പണം കൈപ്പറ്റുകയും ചെയ്തത് വിവാദമാക്കി ഇല്ലാതാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് സ്ഥിരമായി കായംകുളത്ത് നടക്കുന്നത്. ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും BJP അല്ലെങ്കിൽ NDA ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളോടൊപ്പം ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ സാന്നിധ്യം അറിയിക്കാൻ മാത്രം നിൽക്കുന്നു എന്ന് കരുതിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഞങ്ങളും അതേ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഇന്ന് വിജയപ്രതീക്ഷയിലാണ്. ഈ ഭാഗത്തടക്കം ഈ പ്രദേശത്തൊക്കെ 16-ാം വാർഡിൽ മാത്രം തുടർച്ചയായി 3 തവണ കൊണ്ട് താമര ചിഹ്നത്തിൽ BJPയാണ് ജയിക്കുന്നത്. ഇതൊഴിച്ചാൽ ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ജയിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ചില വാർഡുകളിൽ വളരെ ചെറിയ വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശമാകെ വലിയ ഭൂരിപക്ഷമാണ് ജനങ്ങൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് തന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം. അതേപോലെ കേന്ദ്ര പദ്ധതികൾ, അതിൻ്റെ ആനുകൂല്യം കിട്ടിയ ആളുകളുടെ വീടുകളിൽ ചെല്ലുമ്പോഴുള്ള ഒരു വളരെ താല്പര്യത്തോടു കൂടി നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ഇത്തവണ ജയിപ്പിക്കും, കഴിഞ്ഞ തവണകൾ പറ്റിയ അബദ്ധങ്ങൾ ഇനി പറ്റില്ല എന്ന് ഇതര പാർട്ടികൾക്ക്, CPMനും കോൺഗ്രസിനും സ്ഥിരമായി വോട്ട് ചെയ്യുന്ന, ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു വലിയ റോളുള്ള പാർട്ടിയല്ല. ഇപ്പോൾ BJP ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമാണ്. CPMൻ്റെ വലിയ തീവ്രതയുള്ള പ്രവർത്തനമുള്ള സ്ഥലമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് അതിൻ്റെ തീവ്രതയും
ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഈ പ്രദേശമാകെ താമര വിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇത്തവണ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ വോട്ട് തേടുന്ന ആ സ്ഥാനാർത്ഥികളുടെ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ? ഇപ്രാവശ്യം കൂടുതലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ NDA സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെ നമ്മളിപ്പം വാർഡിൽ ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ എല്ലാ അമ്മമാർക്കും നല്ല സന്തോഷമാണ് നമ്മളോട്. പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ 17-ാം വാർഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ അവരെല്ലാം നമ്മളോട് ഇങ്ങോട്ട് തന്നെ ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ അത് പിന്തുടർന്ന് നമ്മളെ ജയിപ്പിച്ചാൽ അതിന് പിന്തുടർന്ന് നമ്മൾ പ്രവർത്തിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴുള്ളൊരു പ്രതികരണം? വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അവിടേക്ക് ചെല്ലാനുള്ള ഒരു ആവേശം. എല്ലാ വീടുകളും കയറി കഴിഞ്ഞോ? 3 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രചാരണത്തിന്? കുഴപ്പമില്ല, എല്ലാ വീട്ടിലും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും കന്നി മത്സരമാണോ? ആണ്. എങ്ങനെയുണ്ട് വീടുകൾ ചെല്ലുമ്പോഴുള്ളൊരു പ്രതികരണം? നല്ലൊരു മാറ്റം ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ പറയുന്ന ഒരു മാറ്റം വേണം. എല്ലാവർക്കും നല്ല പ്രതികരണമാണ്. കായംകുളം നഗരസഭയിലെ 20-ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. ആദ്യമാണ് മത്സരിക്കുന്നത്. പിന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല പ്രതികരണമുണ്ട്. അപ്പം നമുക്ക് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയാണ്. നമ്മൾ നല്ല വിജയിക്കും, ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ. അതിനുവേണ്ടി പ്രവർത്തിക്കും നമ്മൾ. അതുതന്നെയാണ് എല്ലാവർക്കും പൂർണ്ണ ഒരു ആത്മവിശ്വാസമാണ്. അത് ജനങ്ങൾ നൽകുന്നതാണ്. ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഓരോ വീടുകളിൽ നിന്നും ലഭിക്കുന്നു. ആൾക്കാരുടെ ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഓരോ സ്ഥാനാർത്ഥികൾക്കും നമുക്ക് വിജയാശംസകൾ നേരാം. വീടുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് മൂവാറ്റുപുഴ പായിപ്ര പഞ്ചായത്തിലെ എസ് വളവ് ലക്ഷം വീട് കോളനി നിവാസികൾ. 40 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട കോളനിയും ഇവിടുത്തെ വീടുകളും ശോചനീയ അവസ്ഥയിലാണ്. നിരവധി തവണ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡാണ് എസ് വളവ് ലക്ഷം വീട് കോളനി. 40 വർഷം മുമ്പ് രൂപം കൊണ്ട കോളനിയും ഇവിടുത്തെ വീടുകളും അതീവ ശോചനീയാവസ്ഥയിലാണ്. 40 കുടുംബങ്ങളാണ് നിലവിൽ കോളനിയിലുള്ളത്. പല വീടുകളും വാസയോഗ്യമല്ലാത്തവയാണ്. പലരും പുറത്ത് വീടുകൾ വാടകയ്ക്കെടുത്താണ് താമസം. വീടുകൾ തകർന്നു വീണവർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചപ്പോൾ സ്വന്തം നിലയിൽ നന്നാക്കണമെന്നും പണം പഞ്ചായത്ത് നൽകുമെന്നും പറഞ്ഞു. എന്നാൽ ഇതുവരെ പലർക്കും പണം ലഭിച്ചിട്ടില്ല. പല വീട് ഇടിച്ചു പൊളിഞ്ഞ് കിടപ്പുണ്ട്. അത് നന്നാക്കി തരാനോ ഇതിലുള്ള ഒരാളുടെ അടുത്ത് കെട്ടം പൊളിച്ചോളാൻ പറഞ്ഞു. അവൻ പൊളിച്ചോ ലോണില് ഇപ്പൊ അവൻ നിൽക്കണേ 1.5 ലക്ഷം രൂപ കടത്തില നിൽക്കണേ. അത് നിസാര വരുമാനമുള്ള തന്നെയാണ്. അപ്പൊ അവൻ ഇപ്പൊ കടത്തില നിൽക്കണേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ചെയ്തോളാൻ പറയും, ചെയ്യും. അവൻ കട വില മേടിച്ച് ചെയ്യും. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. 3 ഏക്കർ 10 സെന്റ് സ്ഥലമാണ് ഈ കോളനിക്കകത്തുള്ളത്. ഒരാൾക്ക് 4 സെന്റ് സ്ഥലം വീതം എന്ന നിലയിലാണ്. കോളനിയുടെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ വീടുകളെല്ലാം ഒറ്റ വീടാക്കി തരുമെന്ന് ഒറ്റ പ്രതിഷേധം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വരുന്ന പറഞ്ഞ സർക്കാരുകൾ ഏത് UDF ആയിട്ട് LDF ആയിക്കോട്ടെ ആര് വന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളേറ്റവും ശോചനീയമായ അവസ്ഥയാണ് എല്ലാ വീടുകളുടെയും. ഞങ്ങൾ ഈ ഭാഗത്ത് എല്ലാ വോട്ട് മൊത്തം ബഹിഷ്കരിക്കുകയാണ്. ഇനി മുന്നോട്ട് ശക്തമായ പ്രതിഷേധമായിട്ട് ഇതവണ ഭരണസമിതി മാറിക്കഴിയുമ്പോൾ ശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഫാമിലി ആയിട്ട് കുടുംബവും കുട്ടികളുമായിട്ട് ഞങ്ങൾ പോകാനുള്ള തീരുമാനത്തിലാണ്. പഞ്ചായത്തിനു മുന്നിലും കോളനിയിലും പ്രധാന റോഡുകളിലുമെല്ലാം വോട്ട് ബഹിഷ്കരണം അറിയിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.